നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ദീർഘകാല പ്ലാനുകൾക്ക് വ്യക്തമായ ദിശാബോധം കൈവരുന്ന ദിവസമാണിത്. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും ഭാവിയിലേക്ക് ഉപകരിക്കുന്ന പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കുവാനും അവസരമുണ്ടാകും. പുതിയ ലക്ഷ്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഔദ്യോഗിക രംഗത്ത് സ്വന്തം കർമ്മശേഷി പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ സാധിക്കും. പുതിയ പ്രോജക്ടുകളോടെ നടത്തിപ്പിൽ നേതൃപാടവം പ്രകടമാകും. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും തടസ്സങ്ങൾ വഴിമാറുകയും ചെയ്യുന്ന ശുഭദിനമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ ക്ഷമ പാലിക്കുന്നത് സമാധാന അന്തരീക്ഷം ഉറപ്പാക്കും. ബന്ധുക്കളുടെ പിന്തുണ ആശ്വാസമേകും. മുതിർന്ന വ്യക്തികളിൽ നിന്നോ വിദഗ്ധരിൽ നിന്നോ ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് കർമ്മവിജയം തരും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പ്രവർത്തനങ്ങളിൽ ചെറിയ കാലതാമസങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രതയോടെ കാര്യങ്ങൾ നീക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ റിസ്കുകൾ ഒഴിവാക്കുന്നത് സുരക്ഷിതത്വം നൽകും. ക്ഷമയോടെയുള്ള സമീപനം തടസ്സങ്ങളെ ഇല്ലാതാക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും പരസ്പര വിശ്വാസവും ദൃഢമാകും. പങ്കാളിത്ത സംരംഭങ്ങളിൽ നിന്ന് ഉയർന്ന നേട്ടങ്ങളും പുതിയ അവസരങ്ങളും വന്നുചേരും. പൊതുജനങ്ങളുമായി ഇടപഴകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. മത്സരപരീക്ഷകളിലോ അഭിമുഖങ്ങളിലോ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനാകും. സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനുള്ള പുതിയ വഴികൾ തെളിയും. ശരീരത്തിന് പുതിയ ഉന്മേഷവും കാര്യക്ഷമതയും അനുഭവപ്പെടും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കലാസാഹിത്യ രംഗങ്ങളിൽ സർഗാത്മക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നുചേരും. മാനസിക ഉല്ലാസത്തിന് സമയം കണ്ടെത്താനാകും. പുതിയ അറിവുകൾ നേടുന്നതിൽ പ്രത്യേക താൽപര്യം കാണിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകും. മനസ്സിന്റെ ശാന്തത നിലനിർത്താൻ ഏകാന്തമായ ചിന്തകളും പ്രാർത്ഥനകളും സഹായിക്കും. വീട്, വാഹനം എന്നിവ നവീകരിക്കുന്നതിനെ കുറിച്ച് പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളും. ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും. എഴുത്ത്, മാധ്യമ പ്രവർത്തനം, വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകും. സഹോദരങ്ങളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ വലിയ പിന്തുണ ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സംസാരത്തിലെ പക്വതയും സൗമ്യതയും പുതിയ അവസരങ്ങളിലേക്ക് വഴി നടത്തും. മുൻപ് ലഭിക്കാതിരുന്ന കുടിശ്ശിക തുകകൾ തിരികെ ലഭിച്ചേക്കാം. കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വ്യക്തിപരമായ മാറ്റങ്ങൾക്കും പുത്തൻ തുടക്കങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ദിനമാണിത്. പുതിയ വസ്ത്രങ്ങളോ ഉപഭോഗ വസ്തുക്കളോ വാങ്ങാൻ സാധിക്കും. സമൂഹത്തിലും തൊഴിലിടങ്ങളിലും വ്യക്തിപ്രഭാവത്തിന് വലിയ മതിപ്പ് ലഭിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വരവിനനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കുന്നത് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാൻ സഹായിക്കും. പ്രധാന കാര്യങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് സഹായകരമാകും. ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.